കാലത്ത് തന്നെ ഹോസ്പിറ്റൽ റൺ. ഡോക്ടർ ഒന്നിച്ച് നമ്മൾ നേരെ ആനപ്പോയ ഡെന്റൽ കോളേജിലോട്ട് പോയി. എൻ്റെ പല്ലിൻ്റെ കുറച്ച് റിപ്പയറിങ് പരിപാടി ഉണ്ട്. ഇവിടെ എത്തിയപ്പോൾ പച്ചയും ചുവപ്പ് നീലയിലിട്ട കുറേ ഡോക്ടർമാർ കുറേ കാട്ടിൻ്റെ ഇടയിലെല്ലാം കോളേജിലോട്ടെല്ലാം പോയിക്കോട്ട്. നമ്മളെ ഡോക്ടർക്ക് എൻ്റെ പല്ലിൻ്റെ ഡിപ്പാർട്ട്മെന്റ് അല്ലാത്തതുകൊണ്ട് വേറെ ഏതോ ഡോക്ടർക്ക് എന്നെ കൈമാറാനാണ് ഡോക്ടറിന്റെ പ്ലാൻ. ഇത് ഡോക്ടർ അസ്ന. ആടുണ്ടായിരുന്ന സകലമായ സ്റ്റെപ്പ് എന്നെ കയറ്റി ഇറക്കി ഡോക്ടർ. അങ്ങനെ ഒരു 1.5 മണിക്കൂറത്തെ പോസ്റ്റ് തന്നിട്ട് ഡോക്ടർ നമ്മളെ വിളിച്ച് ഒരൊറ്റയടിക്ക് 10-20 ആൾക്കാരെ പല്ല് ഒന്നിച്ചെടുക്കാനുള്ള അത്ര മെഷീനിൻ്റെ അകത്തുണ്ട്. അങ്ങനെ ഡോക്ടർ നമ്മളെ പല്ലെല്ലാം ചെക്കാക്കിട്ട് പറയാ, ഇന്ന് എനിക്കൊരു മൂടില്ല, നീ പോയിട്ട് അടുത്ത മാസം വാങ്ങും. അപ്പൊ ഞാൻ ആരായി ആടുന്ന ടിങ്കിനെ കൂട്ടിയിട്ട് വേറെ ഹോസ്പിറ്റലിലേക്ക് വേറെ പ്രശ്നം കാണിക്കാൻ പോയി. അവിടെ നമുക്ക് ബോറടിക്കേണ്ടെന്ന് പറഞ്ഞിട്ട് അടുത്ത നഴ്സുമാർ ഇട്ടി തന്ന സാധനം കണ്ട. എന്തായാലും ടിങ്കു ഹാപ്പിയായി. ഇത് വെത്തല ചുരുട്ടി തന്നതൊന്നല്ല, ഇത് മരുന്ന്. അവിടുന്ന് ഒരു ഒറ്റ മൈൻഡായി നമ്മൾ നേരെ ഉടുപ്പിലോട്ട് പോയി. അങ്ങനെ ഉടുപ്പി ഹോട്ടലിൽ എത്തിയത് പിന്നെ എന്തെടുക്കുന്നുള്ള കൺഫ്യൂഷൻ. എന്ത് പണ്ടാരായാലും തിന്നാ മതി എന്ന് പറഞ്ഞിട്ട് എന്തെല്ലോ ഓർഡർ ആക്കി. ആക്രാന്തം മൂത്തിട്ട് കറിയെല്ലാം നക്കാനെല്ലാം നോക്കുന്നുണ്ട്. സാധാരണ ഹോട്ടലുകളിലെല്ലാം കിളവന്മാരും മാമന്മാരും വെയിറ്റർ ആണെങ്കിൽ ഇവിടെ നല്ല സുന്ദരി കുട്ടിയാണ് വെയിറ്റർ. ടിങ്കുവിന്റെ മുഖത്ത് സന്തോഷം ഫുഡ് കണ്ടിട്ടാണെന്നെങ്കിൽ നിങ്ങൾക്ക് തെറ്റി. ആ വെയിറ്ററിനെ കണ്ടിട്ടാണോ എത്ര സന്തോഷം. നല്ല പൈച്ചിട്ടുള്ളതുകൊണ്ട് ആ തീർന്ന പൂക്കം കയറിയിട്ട് എല്ലാം പെട്ടെന്നായിരുന്നു. പാത്രം പോലും വെറുതെ വിട്ടിട്ട് നക്കി വിട്ടു. അപ്പൊ ഒരു ആപ്പിൾ ജ്യൂസും കുടിച്ചിട്ട് ആ വെയിറ്ററിന് ഒരു ബായും കൊടുത്ത് നമ്മ അടന്ന് ധരിച്ച്. പിന്നെ ഒരു കാര്യം, നിങ്ങൾ വീഡിയോ നോക്കുന്ന ആരും എന്നെ ഫോളോ ആക്കുന്നില്ല. നിങ്ങൾ എല്ലാം എൻ്റെ മുത്തല്ലേ, ഒന്ന് ഫോളോ ആക്കോ.